ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 29 തീയതി ശനിയാഴ്ച ദിവസം 1799 മിഥുനമാസം 15 തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം 8 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:11 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി അഷ്ടമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശനിയാഴ്ച രാവിലെ 8:50 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം രേവതി നക്ഷത്രമാണ് ശനിയാഴ്ച പകൽ മുഴുവൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് രേവതി നക്ഷത്രം എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം ശനിയാഴ്ച രാവിലെ 8:50 കൊണ്ട് അവസാനിക്കും. ശനിയാഴ്ച രാവിലെ 8:50 കൊണ്ടാണ് രേവതി നക്ഷത്രം ആരംഭിക്കുക. രേവതി നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് ശനിയാഴ്ച രാവിലെ 8:50 മുതൽ ഞായറാഴ്ച രാവിലെ 7:34 വരെ ജനിക്കുന്ന കുട്ടികൾ, ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത പൂഷാവാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ്, ഭൂതം ആകാശമാണ്, പക്ഷി മയിലാണ്, വൃക്ഷം ഇരിപ്പയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം ബുധദശയിലാണ്. അപ്പോൾ എല്ലാ രേവതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ്. ബുധദശാകാലത്തൂടെയാണ് ഇവർ ജീവിതം ആരംഭിക്കുന്നത്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ്. കാരണം ഗ്രഹനിലയിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭനായിട്ട് നിൽക്കുകയാണെങ്കിൽ, കേന്ദ്രഭാവത്തിലൊക്കെ ശുഭനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടുവാൻ അവർക്ക് കഴിയും. അനിഷ്ട സ്ഥാനസ്ഥിതിയാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം രേവതി നക്ഷത്ര ജാതകർ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം, നാളത്തെ ദിവസം ശനിയാഴ്ച രാവിലെ 8:50 മുതൽ രേവതി നക്ഷത്രമാണല്ലോ. അപ്പോൾ രേവതി നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം പകൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ആർക്കൊക്കെയാണെന്ന് നോക്കാം. ശനിയാഴ്ച ദിവസം പകൽ മാത്രമല്ല, ഞായറാഴ്ച രാവിലെ 7 മണി, അതായത് ഞായറാഴ്ച രാവിലെ 7:34 വരെ രേവതി നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഈ സമയം ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. പൂയം, ആയില്യം, തൃക്കേട്ട, മൂലം, ചതയം, തിരുവോണം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂയം, ആയില്യം, തൃക്കേട്ട, മൂലം, ചതയം, തിരുവോണം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ഇരിക്കും നാളത്തെ ദിവസം. അതായത് ശനിയാഴ്ച ദിവസം രാവിലെ 8:50 മുതൽ ഞായറാഴ്ച പുലർച്ചെ 7:34 വരെയുള്ള സമയം ഈ നക്ഷത്ര ജാതകർക്ക് പൂയം, ആയില്യം, തൃക്കേട്ട, മൂലം, ചതയം, തിരുവോണം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഉത്രാടം, പൂരുട്ടാതി, ഔട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കുക. ഉത്രാടം, പൂരുട്ടാതി, ഔട്ടം എന്നീ നാളുകാർ വളരെ ശ്രദ്ധിക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകരുതലായിട്ടാണ് ജ്യോതിഷം പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ ശനിയാഴ്ച ദിവസമാണ്. പകൽ സമയത്ത് ശുഭസമയം എടുത്തു പറയാൻ പോവുകയാണ്. ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ശനിയാഴ്ച ദിവസം രാവിലെ 7:41 മുതൽ 9:11 വരെ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10:41 മുതൽ 12:24 വരെ നല്ല സമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:41 മുതൽ 5:11 വരെ നല്ല സമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം, അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്, 29 അപ്രകാരം ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അതായത് 29-നെ 2 + 9 = 11. ഒന്നും അതിനെ വീണ്ടും ഒറ്റസംഖ്യ 1 + 1 = 2. അങ്ങനെ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ വരുമ്പോൾ 2 വരുന്നു. അപ്രകാരം 2 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പരിഹാരം പറയുന്നത് പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി, നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR
BKR എന്നീ അക്ഷരങ്ങളുള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇത് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് അത് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമാണ്. എന്നാൽ ചിലർക്ക് പ്രതികൂലമായും വന്നു ചേരാം. കാരണം അവർക്ക് നാളത്തെ ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ശത്രുത നിറഞ്ഞ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ അനുഭവത്തിൽ കൊടുക്കുന്നു. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായി അവർക്ക് നേട്ടമുണ്ട്. മാത്രമല്ല അവർ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. അവർക്ക് ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുന്നൊരു ദിവസമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മേടക്കൂർ കഴിഞ്ഞ് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, സ്ത്രീകൾ മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. എങ്കിലും അവർക്ക് തൊഴിൽപരമായ നേട്ടമുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം തൊഴിൽപരമായ നേട്ടമുള്ളൊരു സമയമാണ്. നാളെ അവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായ നേട്ടം, പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. ചിലരൊക്കെ ഏർപ്പെടുന്ന മേഖലകളിൽ കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവരെ തേടി വരുന്ന ദിവസമാണ്. അങ്ങനെ ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആരെയും ഭയമില്ലാതെ പ്രവർത്തന മേഖലയിലൊക്കെ ഏർപ്പെട്ട് ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. നാളത്തെ ദിവസം അവരുടെ ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്ന് കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ അവരുടെ അനുഭവം എന്ന് ചോദിച്ചാൽ അവർക്ക് നാളത്തെ ദിവസം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ചിലർക്ക് ഭാഗ്യക്കേടുകളും വന്നു ചേരാം. അങ്ങനെ ഭാഗ്യത്തിൽ കൂടി സമ്മിശ്രമാനുഭവം, ചിലർക്ക് ഭാഗ്യം വരാം, ചിലർക്ക് ഭാഗ്യക്കേടുകൾ വരാം. അങ്ങനത്തെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക്. എങ്കിലും അവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ, അവരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതി മെച്ചമാണ്. മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. അവർക്ക് തൊഴിൽപരമായി മെച്ചമാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വരുവാൻ, തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എങ്കിലും ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാളത്തെ ദിവസം. അവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് അപ്പോൾ കുടുംബത്തിലെ സ്ഥിതിയും ധനസ്ഥിതിയും അവർക്ക് തൃപ്തികരമായ വിധത്തിൽ പോകത്തില്ല. പക്ഷെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരെ സംബന്ധിച്ചോളം പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ, പിതാവ് മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരെ വേദനിപ്പിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം നാളത്തെ ദിവസം പല കാര്യങ്ങളിലും വിജയം നേടുന്നൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാണ്, ധനസ്ഥിതി മോശമാണ്, പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ഒരുപക്ഷെ മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നാളത്തെ ദിവസമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, മാനസികവും ശാരീരികവുമായ സ്ഥിതിയൊക്കെ മെച്ചമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ദാമ്പത്യ പ്രശ്നം ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു. ചിലർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേന പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം
നാളത്തെ ദിവസം ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യവും പിന്നെ വാദപ്രതിവാദങ്ങളിലൊക്കെ ജയിക്കുവാനും സാമർഥ്യമൊക്കെ ഉള്ളൊരു ദിവസമാണ്. ധനനേട്ടമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖവും അതുപോലെ തന്നെ ധനപരമായ നേട്ടവും ഒക്കെ എല്ലാം അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ്. നല്ല ഫലങ്ങൾ, ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതികൂലങ്ങളൊക്കെ നിറഞ്ഞ ദിവസമായിരിക്കും. കാരണം അവരുടെ മക്കളെ കൊണ്ട് ദുഃഖിക്കുവാൻ, ആൺമക്കളാൽ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും തൃപ്തികരമായ വിധത്തിൽ പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാമെങ്കിലും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ശത്രുതയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ ദാമ്പത്യ ജീവിതവും സുഖക്കുറവും അതുപോലെ അനുഭവപ്പെടുന്നൊരു ദിവസമാണ്. അപ്പം മക്കളുടെ സ്ഥിതി പ്രതികൂലം, മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലം, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ശാസനം കേൾക്കുവാൻ സാധ്യതയുള്ള ദിവസം, ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവിക്കുന്ന ദിവസം, കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും പ്രതികൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ മോശമായ സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാളത്തെ ദിവസം തുലാക്കൂറുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അവരുടെ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ഇത് രണ്ടും അവർക്കിപ്പോൾ ദോഷം ചെയ്യുന്നൊരു സമയമാണ്. എന്നാൽ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം അനുയോജ്യമായൊരു ദിവസമല്ല. അവരുടെ കുടുംബത്തിൽ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പലർക്കും ഈ വക കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നു. കടബാധകളാൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കടബാധ അവരെ വല്ലാതെ വലയ്ക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ ഭൂമി പണയപ്പെടുത്തി വായ്പ എടുത്തവർക്കൊക്കെ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. എങ്കിലും അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോയാലും ഇവർക്ക് കടങ്ങൾ കൊടുത്തു തീർക്കുവാനായിട്ട് ഞെങ്ങിഞ്ഞെരുങ്ങുന്ന ഒരു സാഹചര്യം ഇവർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് തൊഴിൽ കൂടിയുള്ള വരുമാനം കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. അതാണ് മറ്റൊരു പ്രശ്നം. തൊഴിൽപരമായിട്ടുള്ള ധനം കാര്യമായി വന്നു ചേരാത്തൊരു സമയം കൂടിയാണിപ്പോൾ. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ മാതാവിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകും. മാതാവ് മുഖേനയുള്ള കാര്യവിജയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ പിതാവ് മുഖേനയുള്ള സ്ഥിതി അത്ര തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയമല്ല. പിതാവ് മുഖേനയോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചു ധനസ്ഥിതി അനുകൂലമാണ്. കുടുംബസുഖമുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ളവരുടെ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എങ്കിലും ദാമ്പത്യ ജീവിതം സുഖം കുറഞ്ഞിരിക്കും. തൊഴിൽപരമായ നേട്ടമൊക്കെ അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമുണ്ട്. മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ വാഹനമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ ദാമ്പത്യ ജീവിത സുഖക്കുറവൊഴികെ പ്രതീക്ഷിക്കാം. എങ്കിലും ചിലർക്ക് സുഖം, സ്വസ്ഥത, ദേഹധന്മ, ശാരീരികവും മാനസികവുമായ സ്ഥിതി അത്ര മെച്ചമാകണമെന്നുമില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ചിലർക്ക് രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയാലും ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ള കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹധന്മ അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായുള്ള നേട്ടം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നതാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് ഇക്കാര്യങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാമെന്നുള്ള ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം 90% നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുള്ളൂ. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം ജന്മശനിയുടെ ഭാഗമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കും, ചിലർക്ക് മോശമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക.
പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ അവർക്ക് അവരുടെ സഹോദരങ്ങൾക്ക് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ശത്രുത അനുഭവങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസവും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ വിധത്തിൽ പോകുന്ന ദിവസമല്ല. ചിലരെ സംബന്ധിച്ച് ആൺമക്കളാൽ വേദനാജനകമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ആ കാര്യങ്ങളിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മുഖേന അല്ലെങ്കിൽ ശത്രുത മുഖേന കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മോശമാകുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അത്ര ഗുണകരമായി വന്നു ചേരുന്നൊരു ദിവസമല്ല. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയുള്ള സ്വത്തുവകകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഇത് മുഖേനയുള്ള കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. നാളത്തെ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ ഗുണം ഏറെക്കുറെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സ്ഥിരജോലിയും സ്ഥിര വരുമാനവും ഉള്ളവരൊഴിച്ച് മറ്റുള്ളവർക്കൊക്കെ തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്കൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചോളം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളിൽപ്പെട്ട ചിലരെ സംബന്ധിച്ചോളം അവർ ജനിച്ച സമയത്ത് ഈ ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം അതായത് ചന്ദ്രനാലുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പം മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു, 12ാം ഭാവമായ കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു. അതൊരു രാജയോഗ തുല്യമായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ അപ്രകാരം ഗ്രഹനിലയിലുള്ളവർക്ക് നാളത്തെ ദിവസം അനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ശനി അവർക്ക് കൊടുക്കുന്ന ഒരു രാജയോഗമാണ്. നേരെ മറിച്ച് ഈ സ്ഥിതി അവരുടെ ഗ്രഹനിലയിൽ ഇല്ലെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം ധനനഷ്ടവും ഒരുപാട് നഷ്ടങ്ങളും അതായത് 7ാം ശനിയുടെ ഭാഗമായിട്ടുള്ള നഷ്ടാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.